അധ്യായം 26. സൂര്യയുടെ ദുഃഖം. സൂര്യയുടെ സഹോദരി നീലിമയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പറയട്ട, ഇതാണോ എന്റെ ഏട്ടത്തി? പെൺകുട്ടി ചോദ്യം ആവർത്തിച്ചു. അത് കേട്ട സൂര്യ ആകെ വല്ലാതെയായി. അവൾ അങ്ങനെ ചോദിച്ചത് കേട്ട് നീലിമ എന്ത് കരുതുമെന്നായിരുന്നു അവന്റെ ഉള്ളിൽ. ഇത് നിന്റെ ഏട്ടത്തിയൊന്നുമില്ല, ഇവരെന്റെ മാഡം ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പനിയിൽ പുതിയതായി ജോലിക്ക് വന്ന മാഡത്തിനെ കുറിച്ച്? അത് ഇവരാ. സൂര്യ ഉടനെ കയറി പറഞ്ഞു. അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നു. പെൺകുട്ടി പറഞ്ഞു. സോറി മാഡം, അവളോട് ക്ഷമിക്കണം, അവൾ അറിയാതെ ചോദിച്ചതാ. സൂര്യ നീലിമയോട് പറഞ്ഞു. ഹേയ്, അത് സാരില്ല സൂര്യ, അവൾ ചെറിയ കുട്ടിയല്ലേ. നീലിമ പറഞ്ഞു. ഇരിക്കും മാഡം. പെൺകുട്ടി ക്ഷണിച്ചു. നീലിമ അവളുടെ ബെഡിന്റെ അരികിലെ ചെയറിൽ ചെന്നിരുന്നു. ഈ ചേച്ചിയുടെ പേരെന്തേട്ടാ? പെൺകുട്ടി ചോദിച്ചു. നീലിമ തന്നെ അതിന് മറുപടി പറഞ്ഞു. ഞാൻ വർഷ. സൂര്യയുടെ സഹോദരി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വർഷമോൾക്ക് എങ്ങനെയുണ്ടിപ്പോ? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീലിമ ചോദിച്ചു. കുഴപ്പമില്ല. അവളുടെ സ്വരം അപ്പോൾ കൂടുതൽ ക്ഷീണിച്ചതുപോലെ തോന്നി. നന്നായി റെസ്റ്റ് എടുക്ക്, നീലിമ അവളോട് പറഞ്ഞു. അപ്പോൾ വർഷ നീലിമയെ തന്നെ കണ്ണിന് വെക്കാതെ നോക്കി നിന്നു. തന്റെ ചേട്ടന് അതുപോലെ നല്ലൊരു പെണ്ണ് ഭാര്യയായി വന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. നീലിമ മാഡം, എനിക്കൊരു സഹായം ചെയ്തു തരുമോ? വർഷ ചോദിച്ചു. അത് കേട്ട് ചോദ്യഭാവത്തിൽ നീലിമ അവളെ നോക്കി. എന്റെ ഏട്ടൻ സ്വന്തം ജീവിതം പോലും നോക്കാതെ രോഗിയായ എന്റെ കാര്യം മാത്രം നോക്കി നടക്കുക. സാമ്പത്തികമായും അവൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഏട്ടൻ നല്ലൊരു നിലയെത്തിക്കാണാൻ എനിക്കും വലിയ ആഗ്രഹം. ഏട്ടന് അതിനുള്ള കഴിവുണ്ട് മാഡം, വർഷ പറഞ്ഞു. അവൾ നന്നേ ക്ഷീണിച്ചിരുന്നു. നീലിമ അവളുടെ വലത് കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു. ഉറപ്പായും മോളെ, ഞാൻ അവനെ നല്ലൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. നീലിമ പറഞ്ഞത് കേട്ട് വർഷ വളരെ സന്തോഷത്തോടെ നീലിമയെയും സൂര്യയെയും നോക്കി. ചേച്ചിക്കൊരു കാര്യം അറിയോ? ഞങ്ങൾക്ക് ബന്ധുക്കളില്ല. ഇവന് ഞാനും എനിക്ക് ഇവനും മാത്രമേ ഉള്ളൂ. അഥവാ ഞാനെങ്ങനെ മരിച്ചു പോയാ എന്റെ ഏട്ടന് വേറൊരാളുമില്ല. അവൻ അനാഥനായി പോകും. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി, വർഷ പറഞ്ഞു. ചെറിയ പെൺകുട്ടിയായിരുന്നിട്ടും വർഷ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു നീലിമ. അവൾക്ക് വർഷയോട് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. നീലിമ സൂര്യയെ നോക്കി. സൂര്യയ്ക്കും വർഷ പറഞ്ഞത് കേട്ട് വല്ലാതെ സങ്കടം തോന്നി. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി? സൂര്യ സഹോദരിയോട് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല ഏട്ടാ, ഞാനൊന്ന് പോയാ നിനക്ക് ആരാണെന്ന് ആലോചിക്കുമായിരുന്നു, വർഷ പറഞ്ഞു. അത് കേട്ട് നീലിമ അവളുടെ മുടിയിൽ തലോടി. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? മോൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇല്ലേ? നീലിമ പറഞ്ഞു. നീലിമയുടെ സംസാരം കേട്ട് വർഷയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. വർഷയ്ക്ക് ഹൃദയത്തിന് ചെറിയ തകരാറുണ്ടെന്നും വലിയ പൈസ കെട്ടിവെച്ചാൽ മാത്രമേ ഓപ്പറേഷൻ നടക്കൂ എന്നും വർഷ നീലിമയോട് പറഞ്ഞു. ഇങ്ങനെ ഹൃദയത്തിന് തകരാറുള്ള പെൺകുട്ടിയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നിട്ടും സാമലക്സ് സൂര്യയുടെ ശമ്പളം പോലും പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. അത് ആലോചിച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. കഴിയുന്നതും വേഗം സാമലക്സിനെ കൊണ്ട് ആ പണമെല്ലാം അവർക്ക് തിരിച്ചു കൊടുപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ ശപഥം ചെയ്തു. ചേച്ചി, ഇടയ്ക്കൊക്കെ വന്ന് എന്നൊന്ന് കാണാമോ? ചേച്ചി ഇങ്ങനെ അടുത്തിരിക്കുമ്പോ വല്ലാത്ത സമാധാനമുണ്ട്, നീലിമയെ നോക്കി വർഷ പറഞ്ഞു. അപ്പോഴാണ് നീലിമ പരിസര ബോധത്തിലേക്ക് എത്തിയത്. ചേച്ചി വരാമോളെ, നീലിമ വർഷയോട് പറഞ്ഞു. സൂര്യ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നീലിമയോട് വർഷ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവനും വളരെ സന്തോഷം തോന്നി. വർഷയെ കാണാൻ മറ്റാരും വരാനില്ല, അതുകൊണ്ട് തന്നെ അവൾ മറ്റാരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കാറില്ല. അങ്ങനെയുള്ള വർഷ നീലിമയോട് വീണ്ടും കാണാൻ വരാന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യക്ക് അതിശയം തോന്നി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, പിന്നെ വരാം, നീലിമ പറഞ്ഞു. ശരി ചേച്ചി. വർഷ നീലിമയ്ക്ക് കൈ കൊടുത്തു. ചേച്ചി മറക്കാതെ വരണ ഇടയ്ക്കൊക്കെ, വർഷ വീണ്ടും പറഞ്ഞു. നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഉറപ്പായും. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് നീലിമ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സൂര്യ നീലിമയെ ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ വരെ കൊണ്ടുവന്നാക്കിയ ശേഷം തിരികെ സഹോദരി കിടക്കുന്ന മുറിയിലേക്ക് വന്നു. സൂര്യ വീണ്ടും മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട വർഷ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അവൾക്ക് ക്ഷീണം കാരണം ശരീരം അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ ചേച്ചി പോയേട്ടാ? വർഷ ചോദിച്ചു. പോയി, സൂര്യ അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. നല്ല ചേച്ചി, എനിക്കൊരുപാട് ഇഷ്ടായി അവരെ, വർഷ പറഞ്ഞു. സൂര്യ ഒന്ന് മൂളി. നീലിമയെ വർഷക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് അവൾ പറയാതെ തന്നെ അവന് മനസ്സിലായിരുന്നു. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? വർഷ ചോദിച്ചു. അവളെ സൂര്യ വിലക്കിയില്ല. നീ പറ മോളെ, സൂര്യ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അത് നീലിമ മേഡത്തിനെ പോലെ ഒരാള് നിനക്ക് ഭാര്യയായി വന്ന എന്ത് രസമായിരിക്കൂലേ? വർഷ ചോദിച്ചത് കേട്ട് സൂര്യ അമ്പരന്നു. നീ എന്താ മോളെ പറയുന്നേ? നീലിമ മേഡത്തിനെ കുറിച്ച് അങ്ങനെയൊന്നും ആഗ്രഹിക്കണ്ട. അവര് ദേവതയെ പോലെ ഒരു സ്ത്രീയാണ്, സൂര്യ പറഞ്ഞു. നിനക്ക് അവരിഷ്ടാണോ? വർഷ ചോദിച്ചു. സൂര്യ അതിന് മറുപടി പറഞ്ഞില്ല. പറയേട്ടാ, നിനക്ക് നീലിമ ചേച്ചി ഇഷ്ടാണോ? വർഷ വീണ്ടും ചോദിച്ചു. നീ എന്തൊക്കെ മോളെ ചിന്തിച്ചു കൂട്ടുന്നത്? ജോലിയിൽ എന്നെക്കാളും സീനിയറാണ് മാഡം. എനിക്ക് മാഡത്തോട് ഭയങ്കര ബഹുമാനമാണ്, അതിനപ്പുറം ഒന്നുമില്ല.
മാത്രമല്ല കിട്ടാൻ സാധ്യതയില്ലാത്തത് നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല. വർഷയെ നോക്കി സൂര്യ പറഞ്ഞു. അത് കേട്ട് അവളുടെ മുഖം വാടി. അത് ശ്രദ്ധിച്ച സൂര്യ വർഷയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി. നോക്കൂ മോളെ, ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ നീ കുറച്ചു നേരം ഉറങ്ങ്. വർഷ അത് കേട്ട് സൂര്യയെ നോക്കി. ഹേട്ടാ, ഞാൻ മരിച്ചു പോയാ നിനക്കാരാ ഉള്ളതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അതാ നേരത്തെ ആ ചേച്ചിയോട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് പറയുമ്പോൾ വർഷയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സൂര്യ അവളുടെ കണ്ണു തുടച്ചു കൊടുത്തു. അവന്റെ നെഞ്ചിലെ വേദന മറച്ചുകൊണ്ട് വർഷയെ നോക്കി സൂര്യ പറഞ്ഞു. നിനക്കതിന് ഒന്നും സംഭവിക്കില്ല മോളെ. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഓപ്പറേഷൻ ചെയ്ത എല്ലാം മാറുമെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കാടു കയറി ഓരോന്നും ചിന്തിക്കുന്നത്? സൂര്യയുടെ വാക്കുകൾ കേട്ട് വർഷ കണ്ണു തുടച്ചു. എന്നിട്ട് പറഞ്ഞു, അതിന് പണം വേണ്ടേട്ടാ. നീ എങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കും? ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് കടങ്ങളില്ലേ? എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോ ഞാൻ കരുതും ഒന്ന് മരിച്ചു പോയാ മതിയെന്ന്. വർഷ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സൂര്യ ആകെ വല്ലാതെയായി. അവന്റെ മുഖം വിഷാദം കൊണ്ട് ഇരുണ്ടുപോയി. പക്ഷേ വർഷയുടെ മുൻപിൽ വെച്ച് അവൻ കരഞ്ഞില്ല. അത് അവളെ കൂടുതൽ തളർത്തുകയുള്ളൂ എന്ന് അവനറിയാം. നിനക്ക് വേണ്ടിയല്ല മോളെ ഞാൻ ജീവിക്കുന്നത് തന്നെ. പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഏട്ടനെ വേദനിപ്പിക്കുന്നത്? സൂര്യ വർഷയെ നോക്കി ചോദിച്ചു. അപ്പോഴാണ് അവിടേക്ക് വർഷയെ നോക്കുന്ന ഡോക്ടർ കയറി വരുന്നത്. സൂര്യ ഡോക്ടറെ കണ്ട് എഴുന്നേറ്റ് നിന്നു. സൂര്യ എപ്പോഴാ വന്നത്? ഡോക്ടർ ചോദിച്ചു. കുറെ നാളുകളായി വർഷ ചികിത്സയിൽ കഴിയുന്നത് ആ ഡോക്ടറുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സൂര്യയെയും അവരുടെ അവസ്ഥയും വളരെ നന്നായി അറിയാം. കുറച്ചു നേരായി ഡോക്ടർ, സൂര്യ പറഞ്ഞു. ഏട്ടൻ വന്നിട്ടും വർഷക്കുട്ടിക്ക് തീരെ സന്തോഷമില്ലല്ലോ. ഡോക്ടർ വർഷയെ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. വർഷ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. അത് ശ്രദ്ധിച്ച ഡോക്ടർ ഉടനെ സൂര്യയെ നോക്കി പറഞ്ഞു. സൂര്യ, നമുക്ക് വർഷയുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണം. ഡോക്ടർ പറഞ്ഞത് കേട്ട് സൂര്യ അയാളെ നിരാശയോടെ നോക്കി പറഞ്ഞു. പക്ഷെ ഡോക്ടർ സാർ, എന്റെ കയ്യിൽ കാശില്ല. ഇതുവരെ ഓപ്പറേഷന് വേണ്ട തുകയുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കുറച്ചു സമയം കൂടെ വേണം എനിക്ക്. സൂര്യ പറഞ്ഞത് കേട്ട ഡോക്ടർ ഉടനെ അവന്റെ നേർക്ക് തിരിഞ്ഞു. ആ, കാശൊക്കെ അതിനടച്ചടോ. നേരത്തെ ഒരു സ്ത്രീ വന്ന് വർഷയുടെ ഓപ്പറേഷന് വേണ്ട തുക അടച്ചിട്ടുണ്ട്. അവരുടെ പേര് നീലിമ എന്നാണ്. അത് കേട്ട് സൂര്യയും വർഷയും ആ അതിശയത്തോടെ പരസ്പരം നോക്കി. നീലിമ മേടോ? സൂര്യ വിശ്വാസം വരാതെ അയാളെ നോക്കി. അതെ, നമുക്കിനി ഓപ്പറേഷൻ വൈകിക്കണ്ട. ഡോക്ടർ അത്രയും പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി. സൂര്യയുടെ മുഖത്ത് സന്തോഷവും അമ്പരപ്പും മാറിയിരുന്നില്ല. ഏട്ടാ, മേഡം അത്രയും കാശ് നമുക്ക് വേണ്ടി ചിലവാക്കിയെന്ന് അവര് ശരിക്കും ദേവത തന്നെയല്ലേ? വർഷ ചോദിച്ചു. അവളുടെ മുഖത്ത് വളരെ നാളുകൾക്ക് ശേഷമാണ് അത്രയും പ്രകാശം കാണുന്നത്. സൂര്യ അപ്പോൾ നീലിമയെ ഓർത്തു നോക്കി. ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്തത് അവന് അത്ഭുതം തോന്നി. അവന് നീലിമയോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിച്ചു. നീലിമ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് സ്കൂളിലേക്കാണ്. അശ്വിനെ വിളിക്കാൻ സ്കൂളിൽ ചെല്ലുമെന്ന് അവന് വാക്കു കൊടുത്തിരുന്നു. നീലിമ സമയം നോക്കി. അയ്യോ, 5 മണിയായോ? പാവന്റെ മോൻ അമ്മയെ കാത്ത് ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും, നീലിമ സ്വയം പറഞ്ഞു. അവൾ തിടുക്കത്തിൽ ഗേറ്റ് കടന്നകത്തെത്തി. അശ്വിനെ അവിടെയൊന്നും കണ്ടില്ല. മല്ലികാമ്മ വന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണുമെന്ന് ചിന്തിച്ച് തിരിഞ്ഞപ്പോൾ നീലിമ നിൽക്കുന്നതിന്റെ അല്പം അകലെയായി സിദ്ധാർത്ഥ് നിൽക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് അതിശയം തോന്നി. സിദ്ധാർത്ഥ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടേക്ക് വന്നതാവുമെന്നാണ് അവൾ ചിന്തിച്ചത്. ഇയാളെന്തെവിടെ? നീലിമ മനസ്സിൽ ചോദിച്ചു. അപ്പോൾ അശ്വനവന്റെ ക്ലാസ്സിൽ നിന്നും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് നീലിമ കണ്ടു. ഇങ്ങേര് അച്ഛനെ പിക്ക് ചെയ്യാൻ വന്നതാണപ്പോ. ഷെടാ, ഇതെന്തു മറിമായം? നീലിമ വീണ്ടും മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് ഇത്രയും ജോലി തിരക്കുള്ള സമയത്ത് അശ്വിനെ കൂട്ടിക്കൊണ്ടുവരാൻ മാത്രം അവിടേക്ക് വരുമെന്ന് നീലിമ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഡാഡി! അശ്വിൻ സിദ്ധാർത്ഥിന്റെ ഇടുപ്പിൽ കയറിക്കൊണ്ട് വിളിച്ചു. അത് കണ്ട നീലിമയ്ക്ക് അത്ഭുതം തോന്നി. ശരിക്കും അവരെ ഇപ്പോൾ കണ്ടാൽ അച്ഛനും മകനുമാണെന്നേ തോന്നൂ. ആ കാര്യത്തിൽ നീലിമയ്ക്ക് അല്പം കുശുമം തോന്നി. അവൾ ഉടനെ അവരുടെ അടുത്തേക്ക് നടന്നു. മുഖത്ത് ചെറിയ അസൂയയുമായി വരുന്നത് കണ്ട സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചെറിയൊരു ചിരി വിടർന്നു. അച്ഛ വന്നേ, അമ്മ വിശേഷം ചോദിക്കട്ടെ. നീലിമ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു. ഞാൻ ഡാഡിയുടെ കൂടെ വന്നോളാം അമ്മ. വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. അവന്റെ മുഖത്ത് അപ്പോഴും നേരിയ ചിരിയുണ്ടായിരുന്നു. ഇപ്പോ ഇവരച്ഛനും മോനുമായി, ഞാൻ പുറത്തും. നീലിമ മനസ്സിൽ പറഞ്ഞു. വാ, വന്ന് കേറ്, ഞാൻ വീട്ടിലേക്കാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അതിന് മറുപടി പറയാതെ കാറിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും അവൾ അറിയാതെ സിദ്ധാർത്ഥ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞാനിവനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് തന്നെ, നീലിമ പറഞ്ഞു. അതിനിപ്പെന്താ? എന്നോട് മല്ലികാമയാ പറഞ്ഞത് ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. അശ്വിന് സ്കൂള് വിടാനുള്ള സമയമായെന്നും നീലിമയ്ക്ക് ഓഫീസിൽ തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റിക്കാണില്ലെന്നൊക്കെ മല്ലികയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു പറഞ്ഞത്.
അശ്വിൻ ഒറ്റയ്ക്കിരുന്ന് പേടിക്കണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്ന് ജോലികൾക്കിടയിൽ ഓടി വന്നതാണ്. എന്നാലും സിദ്ധാർത്ഥ് ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. നീലിമ പറഞ്ഞു, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലേ അച്ചു? സിദ്ധാർത്ഥ് ചോദിച്ചു. അതേ ഡാഡി, ഈ അമ്മയ്ക്ക് കുശുംബ. അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ മുഖം വീർപ്പിച്ചു. അച്ചു, നീ നല്ല തല്ല് മേടിക്കേ. അവരുടെ കുറുമ്പും സംസാരവുമെല്ലാം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയും അശ്വിനും വീട്ടിലെത്തിയപ്പോൾ മല്ലിക അവരെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അശ്വിൻ മല്ലികയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ അടുത്ത് നിന്ന് ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. മല്ലിക മുത്തശ്ശി, അശ്വിൻ വിളിച്ചു. അച്ചുകുട്ടാ. മുത്തശ്ശിയുടെ പെണ്ണേ. മല്ലിക വാത്സല്യത്തോടെ അവന്റെ കവിളിൽ ഉമ്മ വെച്ചു. അത് കണ്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു. വാ മക്കളെ, ചായ എടുക്കാം. നീലിമയും സിദ്ധാർത്ഥിനെയും നോക്കി മല്ലിക പറഞ്ഞു. മുത്തശ്ശിക്ക് ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. ആഹാ, എവിടെ? മല്ലിക ആകാംക്ഷയോടെ ചോദിച്ചു. അശ്വിൻ അതിന് മറുപടി പറയാതെ ബാഗ് തുറന്ന് ഒരു പാക്കറ്റ് മിഠായി എടുത്ത് മല്ലികയുടെ നേർക്ക് നീട്ടി. അത് വരുന്ന വഴി സിദ്ധാർത്ഥ് അവന് വാങ്ങിക്കൊടുത്തതായിരുന്നു. മല്ലിക അത് സന്തോഷത്തോടെ വാങ്ങി അവന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. നീലിമ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന് തന്റെ മുഖച്ഛായ തീരെയില്ല. എന്നാൽ സിദ്ധാർത്ഥിന്റെ മുഖച്ഛായ ഉണ്ട് താനും. ഇവന്റെ അച്ഛന് ചിലപ്പോ സിദ്ധാർത്ഥിന്റെ അതേ രൂപമായിരിക്കും. അതാവും ഇവൻ ഇത്രയും ഭംഗി. നീലിമ മനസ്സിൽ ആലോചിച്ചു. അല്പനേരം സംസാരിച്ച ശേഷം മല്ലികയോടൊപ്പം അശ്വിൻ അടുക്കളയിലേക്ക് പോയി. രാത്രിയായി. ഭക്ഷണശേഷം സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്ക് പോയി. അവന് കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു. നീലിമ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാപ്ടോപ്പ് എടുത്തു വെച്ച് ഓഫീസിൽ പെൻഡിങ്ങിൽ വന്ന വർക്കുകൾ തീർക്കാൻ ഹാളിൽ ചെന്നിരുന്നു. അവളുടെ കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വല്ലാതെ ഉറക്കം വന്നപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അശ്വിൻ അവിടെ നിന്നും മുറിയിലേക്ക് ഉറങ്ങാനായി പോയി. അവൻ ഒരിക്കലും നീലിമയോട് ഒന്നിനും വാശി പിടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നീലിമ സൂര്യയെക്കുറിച്ച് ഓർക്കുകയായിരുന്നപ്പോൾ സൂര്യയെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പോഴും സൂര്യക്ക് ക്യാമറ കാണുമ്പോഴുള്ള ഭയം പൂർണ്ണമായി മാറിയെന്ന് പറയാനാകില്ല. അത് പതിയെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അവൻ എല്ലായിടത്തും തോറ്റുപോകും. സാം അലക്സിനോട് വെല്ലുവിളിച്ച് സൂര്യയെ തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ തോറ്റുവിട്ടു കൊടുക്കാനല്ല, അവനെ ജയിപ്പിച്ചേ പറ്റൂ. അവനെ ഗൈഡ് ചെയ്യുന്നത് വെറുതെ ആവരുത്. അവന്റെ ജയം തന്റേതു കൂടിയാണ്. സൂര്യയെ കമ്പനിയുടെ മുൻനിര മോഡലാക്കി മാറ്റിയെടുക്കാനും അവന്റെ തലവര തന്നെ നേരെയാക്കാനും തന്നെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക എന്ന് നീലിമ ചിന്തിച്ചു. ഇടയ്ക്കെപ്പോഴോ അവൾ സോഫയിൽ തന്നെ ചാഞ്ഞിരുന്ന് മയങ്ങിപ്പോയി. ജോലികൾ തീർന്ന ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥ് അവൾ കിടക്കുന്നത് കണ്ടു. നീലിമയെ തട്ടി വിളിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിടാമെന്ന് അവൻ കരുതി. പക്ഷെ അവൾ നല്ല ഉറക്കത്തിലായിരുന്നതുപോലെ തോന്നിയതുകൊണ്ട് സിദ്ധാർത്ഥ് അവൾ ഉണർത്താതെ അവളെ എടുത്തുപൊക്കി അവളെയും കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. പെട്ടെന്ന് നീലിമ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്നത്ര അടുത്തു കണ്ടപ്പോൾ നീലിമ ആകെ ഭയന്നുപോയി.